ഭയങ്കര സന്തോഷാണ്. ഇപ്പൊ എവിടെ പോയാലും മാസ്കും തൊപ്പിയും വെച്ച് നിന്നിട്ട് വരെ ആൾക്കാർ വന്ന് സംസാരിക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ച് ചോദിക്കണേ, എങ്ങനെ മനസ്സിലായേ? എനിക്കറിയാന്ന് പറയും, കണ്ട് പരിചയമായിട്ടാവും. ഞാൻ ആദ്യം ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. എന്റെ ലൈക്ക് ക്യാമറ ഇവിടെയാണ് വെക്കുക, ജസ്റ്റിലാണ് വെക്കുക. അപ്പൊ എന്റെ ഫോട്ടോ കാണില്ല, ഫ്രണ്ടിലുള്ള ആളാണ് കാണാം. അപ്പൊ കുറെ പേര് ആദ്യം പറഞ്ഞു എവിടെയെങ്കിലും വെച്ച് കണ്ട എങ്ങനെ ഞങ്ങൾ അറിയാം, ഒരു ഫോട്ടോ ഇട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഫോട്ടോ ഇട്ടത്. ഞാൻ ആക്ച്വലി എന്റെ ഫേസ് റിവീൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറെ മെസ്സേജ് ഒക്കെ ആകുമ്പോ ചെയ്യണല്ലോ, ശരിക്കും അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ റീൽ പക്ഷെ സന്തോഷമല്ലോ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടില്ല, നമ്മൾ സാധാരണ ഒരാളാണ്. ആൾക്കാർ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതാണ് സന്തോഷമല്ല ആൾക്കാർ തിരിച്ചറിഞ്ഞു വരുമ്പോ. എന്നോട് ഇങ്ങനെ വന്ന് ഞാൻ ക്യാമറ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ആരെങ്കിലും വന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വിടാറുള്ളൂ. ഭയങ്കര സന്തോഷമാണ്. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒന്നാവുന്നു. അപ്പൊ ലിംസൺ റീൽസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഈ റീൽസ് ജസ്റ്റ് കുറച്ചു നേരം നിന്നാ മതി, ഇതൊക്കെ ഫ്രീ ആണ്. സത്യമായിട്ട് ഇതൊക്കെ ഫ്രീ തന്നെയാണോ? അതെ, ഞാൻ റീൽസ് എടുക്കാനായിട്ട് പോവും. ലൈക്ക് ആദ്യമൊക്കെ എല്ലാ ദിവസവും പോയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്, ഇനി പ്രശ്നമില്ല, ആൾക്കാർ കണ്ടറിഞ്ഞ് വരുന്ന പ്രശ്നമില്ല. അപ്പൊ ഡെയിലി പോവായിരുന്നു, കുറെ റീൽസ് എടുത്ത് വെക്കും. പക്ഷെ ഇപ്പൊ ഡെയിലി പോകാൻ പറ്റില്ല, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആൾക്കാർ കണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് റീൽസ് എടുക്കുന്ന പരിപാടി നടക്കില്ല ചിലപ്പോ. അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നല്ല പോകാറുണ്ടോ, ഏകദേശം പോക്കറ്റ് റോഡിലൊക്കെ പോയിട്ട് പോക്കറ്റ് റോഡിൽ കൂടെ നടന്ന് അങ്ങനെയാണ് ഇപ്പൊ എടുക്കാറ്. അങ്ങനെ ഞാൻ പോകുമ്പോ അത് ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കാൻ ഞാൻ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും. റീൽസ് ആയാലും അത് ഫ്രീ ആണ്. പിന്നെ നമുക്കിപ്പോ വരുമാന മാർഗം ചോദിച്ചല്ലോ, അതിനുവേണ്ടി ഇപ്പൊ എന്തെങ്കിലും കാഷ്വൽ ഷൂട്ടോ ബർത്ത്ഡേ ഷൂട്ടോ മെറ്റേണിറ്റി ഷൂട്ടോ ഒക്കെ വരുമ്പോ അത് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യും. അങ്ങനെയാണ്. റീൽസ് എടുക്കാൻ ഞാൻ ഇറങ്ങുമ്പോ ഞാൻ കാണുന്നവരെ ഫോട്ടോ എടുക്കുന്നത് ഫ്രീ ആണ്. അതെ. ഓക്കെ. അപ്പൊ ചിലര് പറയാറുണ്ട് എന്റെ ഫേസ് ഭയങ്കര ഫോട്ടോജനിക് ആണ്. ചിലര് ലിംസിനോട് തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഫേസ് അത്ര ഫോട്ടോജനിക് അല്ല. ലിംസിന് ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോജനിക് ഫേസ് ഉണ്ട്. അതെ, എല്ലാവരും അവരുടേതായ ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഈ വീക്ക് ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോണ്ട് ആ കുട്ടി എന്നെ കണ്ട വഴിക്ക് പറഞ്ഞത് എനിക്ക് ഫോട്ടോ ഫേസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം എന്നിട്ട് പറയാൻ പറഞ്ഞു. ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അത് എല്ലാവർക്കും അവരുടേതായ ഭംഗിയുണ്ട്, അത് തിരിച്ചറിഞ്ഞാൽ മതി. ആദ്യം അവരവര് തിരിച്ചറിയണം, പിന്നെയാണ് വേറൊരാള് തിരിച്ചറിയേണ്ടത്. ആ ഒരു മൈൻഡിൽ അത് കൊണ്ടുവരണം. നമ്മളെ കാണാൻ ഭംഗിയുണ്ടെന്ന്, ഭംഗിയില്ലാന്ന് എന്തിനാ പറയണേ? എന്നെ നല്ല ഭംഗിയല്ലേ? ലിംസിന്റെ ഭംഗിയായിട്ട് എനിക്ക് കുറച്ച് ഭംഗി കുറഞ്ഞു സംശയം. അപ്പൊ ലിംസിന് എടുക്കുന്ന ഗേൾസിന്റെ റീൽസ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. സത്യം പറഞ്ഞ അത് ഗേൾസിന്റെ റീൽസ് ആണ് ഹിറ്റ് ആവണേ. അല്ലേ? അത് ഞാനെന്ത് ചെയ്യാനാ, ഞാൻ എല്ലാരും ഫോട്ടോസ് എടുക്കണ്ട. ഈ ഗേൾസിനെ തപ്പി പിടിച്ച് നടക്കാറുണ്ടോ? ഒരു പെൺകുട്ടീനെ കിട്ടിയിരുന്നെങ്കിൽ ഇല്ലില്ല. എനിക്ക് ആരെങ്കിലും വെച്ചാ എനിക്ക് ആ ഫേസ് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ നടക്കുമ്പോ എനിക്ക് തോന്നണം. കൊറേ പെൺപിള്ളേര് മുമ്പ് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ നോക്കും കൂടി ചിലപ്പോ. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ തോന്നണ എടുക്കാം. പിന്നെ ഗേൾസിന്റെ റീൽസ് ഹിറ്റ് ആകുമ്പോ അല്ലെങ്കിൽ വൈറലാകുമ്പോ ആൾക്കാർ കൂടുതൽ വിചാരിക്കും ഇവൻ പെൺപിള്ളേരെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ല പ്രൊഫൈൽ നോക്കിയൊക്കെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതാണ്, പിന്നെ ഓരോരുത്തരോടായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് തന്നെ പറഞ്ഞു തുടങ്ങി ഗേൾസിന്റെ ഫോട്ടോസ് അല്ല, പോയി നോക്കി പ്രൊഫൈൽ നോക്കി കാണാം. അങ്ങനെ പെൺപിള്ളേരെ മാത്രം ആയിട്ട് എടുക്കലില്ല. എന്റെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാലോ, പ്രൊഫൈൽ നോക്കിയാൽ മതി. ഫോളോവേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണ്. അതെ, ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. അവരിതിപ്പോ ഒരു പുതിയ കാര്യം ആദ്യമായിട്ട് കാണുമ്പോ ചിലപ്പോ ഇഷ്ടമാവാണ്ടിരിക്കാം, പക്ഷെ എന്താന്ന് പറഞ്ഞൂടെ എന്നെ ഇഷ്ടമാണെന്നൊക്കെ. എന്നല്ല, ഈ കാര്യം ഇഷ്ടമാണ്, എന്നല്ല എന്റെ അവതരണ ശൈലിയോ എന്താണെന്ന് അറിയില്ല. ചിലപ്പോ ഫോട്ടോസ് കാണാനായിരിക്കാം ഇഷ്ടം. അതെ, പിന്നെ തൃശ്ശൂർ ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. തൃശ്ശൂർ ഭാഷ അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ലിംസിന്റെ പേഴ്സണൽ ലൈഫ്, ലിംസ് ശരിക്കും ആരാണ്, എന്താണ്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പഠിപ്പ് നന്നായി പഠിച്ചിരുന്ന കാരണം +1 +2 പോയിട്ടില്ല. ഓക്കെ, 10th ആണ് കഴിഞ്ഞിട്ട് +1 പോയി, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വർക്കിനായിട്ട് കയറി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഗൾഫിൽ പോയി. ഇലക്ട്രീഷ്യൻ ആണ് ഞാൻ, പ്രൊഫഷണലി ഇലക്ട്രീഷ്യൻ ആണ്, ഹൗസ് ഹോൾഡ് ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോ ഇലക്ട്രീഷ്യൻ വർക്കും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ഓക്കെ, ഇലക്ട്രീഷ്യൻ ആണ്. മസ്കറ്റിലായിരുന്നു 2 കൊല്ലം അവിടെ. അപ്പ ഉണ്ടായിരുന്നു, അപ്പയുടെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഒരു കമ്പനി റൺ ചെയ്യാണ്. അപ്പോ ഫിനാൻഷ്യലി അവൻ നല്ല ബാക്കപ്പ് ആണ്, നല്ല സപ്പോർട്ടാണ്. അപ്പൊ ലൈഫ് ഒന്ന് സെറ്റ് ആയിരിക്കായിരുന്നു. ആക്ച്വലി ഞാൻ ഗൾഫിൽ കുറെ കഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് സമയം മാറി എന്നൊക്കെ പറയില്ലേ, ഗജരാജയോഗോ അങ്ങനെ അത് വന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ആ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അതൊന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങണം. കഷ്ടപ്പാട് കുറെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചേഞ്ച് ആവില്ല. ആരുടെ ലൈഫിലായാലും
കഷ്ടപ്പാടൊക്കെ മാറും, എന്തെങ്കിലും മാറും. അങ്ങനെ എനിക്ക് പണ്ടറിയായിരുന്നു കേട്ടാ നല്ല രീതിയിലാവും. പക്ഷെ ഇങ്ങനെ ഇത്രക്ക് വിചാരിച്ചില്ല. ചേട്ടനൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു ഇതാവും ടൈം, നല്ല രീതിയിലായി, ലൈഫൊക്കെ ഒന്ന് മാറി, അപ്പയ്ക്ക് അമ്മയ്ക്ക് ഇനി കഷ്ടപ്പെടണ്ട അങ്ങനൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ്. ലിംസിന്റെ ഏറ്റവും എൻകറേജ്മെന്റ് ഫാക്ടർ എന്താ? മോട്ടിവേഷൻ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാനുള്ള ഒരു മോട്ടിവേഷൻ എന്താ? ഇഷ്ടം, ഫോട്ടോ എടുക്കാൻ ഇഷ്ടം. അതെ, ഫോട്ടോ എടുക്കാൻ ഇഷ്ടം തന്നെയാണ്. വേറെ ഇപ്പൊ ഒരാളിങ്ങനെ നമ്മളെ പുഷ് ചെയ്യല് അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ. എനിക്കിങ്ങനെ എനിക്ക് പക്ഷെ എന്നെ ആരും അറിയാൻ പാടില്ല എന്നുണ്ടായിരുന്നു എനിക്ക്. അതാണ് എനിക്ക് ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നെ ആരും അറിയരുത്, ആരാണ് ഫോട്ടോ എടുക്കുന്നത് അറിയരുത്, അങ്ങനെ പോയി ഫോട്ടോ എടുക്കണമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളോട് മാത്രം കാര്യം പറഞ്ഞ് അങ്ങനെ അതായിരുന്നു എനിക്ക് ഇഷ്ടം എന്ന് തോന്നുന്നു. പക്ഷെ സന്തോഷാണ്. പക്ഷെ അതെ, മോട്ടിവേഷനായിട്ട് എനിക്ക് ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. ഇനി ചോദിക്കണേ, സത്യം പറയണം കേട്ടോ, ലിംസൺ ഈ പ്രൊഫഷനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം, ഈ ഒരു കിട്ടിയിരിക്കുന്ന റവന്യൂവിന് വാങ്ങിയിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്? ക്യാമറ തന്നെയാണ്. ക്യാമറ 1 lakh ആണ് ക്യാമറയ്ക്ക് വന്നത്. അത് ഫ്രഷ് എടുത്താണ്, പുതിയത് വാങ്ങിയതാണ്. ക്യാമറേനൊക്കെ പൈസ ആയിട്ട് ലെൻസിന്. പക്ഷെ ലെൻസ് ഞാൻ സെക്കൻഡ്സ് ആണ് എടുത്തത്. അത് അത്രയ്ക്ക് പൈസ ആയിട്ടില്ല. ക്യാമറ തന്നെയാണ് ഏറ്റവും പൈസ കൂടിയിട്ടുള്ള സാധനം. ചോറ്. അതെ, ലിംസിന്റെ പ്രൊഫൈലിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ് കേട്ടോ, ഐ ബിലീവ് ഇൻ മർഫീസ് ലോ. എനിക്ക് മർഫീസ് ലോ എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ പോയി അന്വേഷിച്ച് പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഒരു കാര്യം തെറ്റണമെങ്കിൽ എന്തായാലും അത് തെറ്റും. ശരിക്കും അങ്ങനെ ബിലീഫ് ഉണ്ടോ? ഉണ്ട്. ശരിയല്ലേ അത്? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ലൈഫില്? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, പല അവസരങ്ങളിലും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അവസരങ്ങളിലൂടെ പറയാൻ പറ്റില്ല. പക്ഷെ അത് കാരണമാണ് ഞാൻ അതിലിപ്പോഴും വിശ്വസിക്കണം. ഓക്കെ, ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ട്. എടുത്ത ഫോട്ടോയില് ഹാപ്പിയസ്റ്റ് ക്ലിക്ക് എന്താ? ഭയങ്കര സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു ഫോട്ടോ? കൊറേ ഉണ്ട്. ഒരെണ്ണം എന്ന് വെച്ചാ തൃശ്ശൂര് ഭാഗ്യലക്ഷ്മിയോ അങ്ങനെ എന്തോ ഒരു അമ്മാമ്മയുടെ ഫോട്ടോ ആണ്. വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ കാണിച്ചു തരണോ? ഇപ്പൊ കാണിച്ചു തരാം അല്ലെ? ജസ്റ്റ് ഒരു മിനിറ്റ്. അയ്യോ, ആ ഒരു ഫോട്ടോ ആണ്, ഒരു അമ്മാമ്മയുടെ ഫോട്ടോ ആയിരുന്നു. അമ്മാമ്മ വടക്കുന്നാഥന്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. എന്തോ വിഷമിച്ചിരിക്കണ പോലെ തോന്നി ആദ്യം. അപ്പൊ ഞാൻ അടുത്തേക്ക് പോയി സംസാരിച്ചു. അപ്പോ ആൾക്ക് സന്തോഷായി. അപ്പൊ ഞാൻ ചോദിച്ചു ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. ഫോട്ടോ എടുത്തോളം പറഞ്ഞു. അപ്പൊ ഫോട്ടോ എടുത്തപ്പോ അതൊരു ചിരിച്ചു. ആ ചിരിയാണത്. ഈ അമ്മാമ്മയാണ്. ഇതാണ് ഫോട്ടോ. ഓക്കെ, കാണാണ്ട. ഓക്കെ, നിങ്ങൾ കാണിച്ചാലും മതി. ഈ ഫോട്ടോ ആണ് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെയൊക്കെ എടുക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലേ? അവർക്ക് എനിക്ക് തോന്നി ഈ അമ്മാമൊന്നും ഫോട്ടോ ഇതുവരെ എടുത്തിട്ടുണ്ടാവില്ല മിച്ചതും. അത് കാണിച്ചു കൊടുത്തപ്പോ ഭയങ്കര ഇഷ്ടം. പിന്നെ പിന്നെ ടൗണിൽ പോകുമ്പോ അമ്മാമനെ കണ്ടാലും സംസാരിക്കും. എന്നെ മനസ്സിലാവും. ലാസ്റ്റ് വീക്ക് ഞാൻ ടൗണിൽ പോകണ്ടത് വർക്കായിട്ട്. അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ എന്നെ മനസ്സിലായി. അങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് പോണേ. സന്തോഷല്ലേ പാവം.